പെരിയാർ തീരത്തുള്ള കർഷകരും വ്യാപാരികളും ഉൾപ്പെടെ 139 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിൽ. ആനവിലാസം വില്ലേജിൽ ഉൾപ്പെട്ടവരിൽ 127 കുടുംബങ്ങൾ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലും 12 കുടുംബങ്ങൾ ഉപ്പുതറ പഞ്ചായത്തിലുമാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം 15 ദിവസത്തിനകം നോട്ടീസ് നൽകും. പുനരധിവാസവും ജീവനോപാധിയും നൽകാതെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്നു. അഡ്വക്കേറ്റ് സുരേഖ് തോമസ് MLA നാളെ സ്ഥലത്ത് സന്ദർശനവും നടത്തും. കഴിഞ്ഞ ജൂൺ 17-നാണ് കളക്ടറുടെ നിർദ്ദേശം വില്ലേജുകളിലും പഞ്ചായത്തുകളിലും എത്തിയത്. ആനവിലാസം വില്ലേജിലെ 139 കുടുംബങ്ങൾ ഇപ്പോൾ കുടിയിറക്ക് ഭീഷണിയിലായിരിക്കുകയാണ്. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആരാധനാലയം ഉൾപ്പെടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഉൾപ്പെട്ട 127 കുടുംബങ്ങളും ആനവിലാസം വില്ലേജ് ഉൾപ്പെട്ട ഉപ്പുതറ പഞ്ചായത്തിലെ 12 കുടുംബങ്ങളുമാണ് കുടിയിറക്ക് ഭീഷണിയിലായിരിക്കുന്നത്. മൊത്തം റീസർവേ പൂർത്തിയായ ജില്ലയിലെ വില്ലേജുകളിലാണ് കളക്ടർ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ പ്രകൃതി ദുരന്ത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പുഴകളും തോടുകളും ജലാശയങ്ങളും കയ്യേറി നടത്തിയിട്ടുള്ള മുഴുവൻ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ മുൻ ഇടുക്കി ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് കർശനമായി ഉത്തരവിട്ടിരുന്നു. ഗ്രാമപഞ്ചായത്ത് നഗരസഭ സെക്രട്ടറിമാർക്കാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ഇത്തരം വീടുകൾ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സെക്രട്ടറിമാർക്ക് നിർദ്ദേശം വന്നതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി കമ്മിറ്റി കൂടുകയും 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകാനും തീരുമാനിച്ചു. കുടിയൊഴിയിൽ ഭീഷണിയിലായവർക്ക് ജീവനോപാധിയും പുനരധിവാസവും ഉറപ്പാക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. നോട്ടീസ് നൽകിയാലും തലമുറകളായി താമസിക്കുന്ന ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സർക്കാരിന്റെ നയപരമായ തീരുമാനം വന്ന ശേഷമേ നടപടിയെടുക്കാവൂവെന്നും കമ്മിറ്റി കളക്ടറോട് അഭ്യർത്ഥിച്ചു. 2018 പ്രളയം ഉണ്ടായില്ലേ, ആ സമയത്ത് പഴയ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയാണ്. അവിടുത്തെ ഈ സാധാരണപ്പെട്ട ആൾക്കാരെല്ലാം കുടിയൊഴിപ്പിക്കുന്നു പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് കളക്ടർ ഓഫീസിൽ നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ഞാനും എല്ലാം കൂടെ പോയിട്ട് MLA-മാരെ കണ്ട് അത് ഒരു കാരണവശാലും ഇപ്പം നടക്കത്തില്ല. അപ്പോൾ ഈ സാധാരണ പാവപ്പെട്ട എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുത്തിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിനിസ്റ്ററെ പോയി കാണാൻ വേണ്ടി അടുത്ത ദിവസം തന്നെയാണ് ഇവിടുത്തെ പഞ്ചായത്തുകാർക്ക് ഞങ്ങൾ പോകുന്നത്. കളക്ടറുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി MLA-മാർക്ക് നിവേദനം നൽകി. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും വിവരം ധരിപ്പിക്കും. ഒരു കാരണവശാലും ഒരാളെയും വെറും കൈയോടെ കുടിയൊഴിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. പ്രശ്നം നേരിട്ട് മനസ്സിലാക്കാൻ നാളെ പീരുമേട് MLA അഡ്വക്കേറ്റ് സുരേഖ് തോമസ് സ്ഥലം സന്ദർശിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.